ഹായ് ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ വീഡിയോ ഒരു കപ്പ ബിരിയാണിയാണേ. കപ്പ ബിരിയാണി നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിരിക്കും. സാധാരണ എല്ലും കപ്പ എന്നൊക്കെ പറയുന്നത്. കാര്യം എനിക്ക് ബീഫ് ഇഷ്ടമല്ല, ഞാൻ കഴിക്കാറില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ചിക്കൻ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണേ. അതിനായിട്ട് ഞാനിവിടെ കുറച്ച്, ഞങ്ങളിവിടെയൊക്കെ മരിച്ചിനി എന്നാണ് പറയുന്നത്, മരിച്ചിനി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ചെറുതായിട്ട് കൊത്തി ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ വെച്ച് ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനായിട്ടുള്ള കുറച്ച് ചിക്കനാണ് എടുത്തേക്കുന്നത്, അതും കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇത്രയും കൂടെ നന്നായിട്ടിട്ട് വഴറ്റണം. വഴറ്റിയതിന് ശേഷം ഒരു 3 സവാളയാണ് എടുത്തിട്ടുള്ളത്. വലിയ സവാള എടുത്ത് നന്നായിട്ട് അരിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞ് അതും കൂടെ ഒന്ന് വഴറ്റുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത് കേട്ടോ. സവാള വഴന്ന് വരാൻ വേണ്ടിയിട്ട് ഒരു അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് അധികം ചേർക്കുന്നില്ല, നമ്മൾ മരിച്ചിനിക്ക് ഉപ്പ് ചേർത്താണ് വേവിക്കുന്നത്. അപ്പോൾ ഇതിനും അഡ്ജസ്റ്റ് ചെയ്ത് ഉപ്പ് ചേർക്കുന്നേ ഉള്ളൂ. അപ്പം സവാളയൊക്കെ ഒന്ന് നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ മുളക് പൊടി. ഞാൻ എരിവൊക്കെ കുറച്ചാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. എരിവ് മസാലയൊക്കെ ഞാനിവിടെ കുറച്ചാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് ചുമന്ന് വരുമ്പോഴത്തേക്കും അതിലേക്ക് ഞാൻ കുറച്ച് പെരുംജീരകപ്പൊടിയും പിന്നെ ഗരം മസാലപ്പൊടിയും പിന്നെ ഞാൻ കുരുമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാമേ. ചിക്കൻ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ച് വെച്ച് വേവിക്കാം. ഇതിൽ പിന്നെ ഞാൻ വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഒന്ന് അടച്ച് വേവിച്ച് കഴിഞ്ഞാൽ ഈ ചിക്കനിൽ തന്നെ നമുക്ക് വെള്ളം ഇറങ്ങി വന്ന് നന്നായിട്ട് വെന്ത് കിട്ടും. വേറെ സെപ്പറേറ്റ് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. ഇത് ഒരു 2-3 പ്രാവശ്യം ഒന്ന് ഇളക്കി അടച്ച് വെക്കണം കേട്ടോ. തീ കുറച്ച് തന്നെയാണ് വെക്കാനുള്ളത്. ഒരു മീഡിയം ഫ്ലെയിമിൽ തീ വച്ചിരുന്നാൽ മതി കേട്ടോ. 2-3 വട്ടം ഇതുപോലെ അടച്ച് തീ കുറച്ച് വെച്ച് വേവിച്ചെടുക്കുക. വെള്ളം ചേർത്ത് കൊടുക്കണ്ട. ഇത് വേവിച്ച് മാറ്റിയതിന് ശേഷം ഞാനിനി ഇത് കുറച്ച് ഞാൻ ഒരു അരക്കപ്പ് തേങ്ങ തിരുമിയത് ഒന്ന് വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് ഈ തേങ്ങ നന്നായിട്ട് വറുത്ത് ചുമന്ന് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. തേങ്ങ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ച് വെച്ചേക്കുന്ന മരിച്ചിനി കൂടെ ചേർത്ത് കൊടുക്കുകയാണെ. കപ്പ കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ഈ വറുത്ത് വെച്ചേക്കുന്ന തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കാമേ. തേങ്ങ കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇതിനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം കേട്ടോ. തീ കുറച്ച് വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഇത്തിരി ഒന്ന് കട്ട ഉടച്ചെടുക്കണം കേട്ടോ. ഇതുപോലൊരു തവിയിട്ട് നന്നായിട്ടൊന്ന് ഉടച്ച് ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും നന്നായിട്ട് കിട്ടും. ഇത്രയേ ഉള്ളൂ പരിപാടി കേട്ടോ. ഇനി നമുക്ക് കുറച്ച് മല്ലിയിലയോ പുതിനയില കറിവേപ്പിലയാണ് എനിക്കിവിടെ ഉണ്ടായിരുന്നത്, അതുകൊണ്ട് ഞാൻ കറിവേപ്പിലയാണ് ഇട്ടിട്ടുള്ളത്. മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ഇട്ട് കൊടുക്കണം കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും മല്ലിയില.
അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നമ്മുടെ കപ്പ ബിരിയാണി ഇവിടെ തയ്യാറായിരിക്കുകയാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുമ്പോഴേക്കും ടാറ്റാ ബൈ ബൈ, സീ യു.